ഏപ്രിൽ 1 വിശുദ്ധവാരത്തിലെ ബുധനാഴ്ച. മത്തായി 26 14 മുതൽ 25 വരെ വാക്യങ്ങൾ. ഇന്നത്തെ ദിവസം സ്പൈ വെനസ്ഡേ അല്ലെങ്കിൽ ചാര ബുധനാഴ്ച എന്നറിയപ്പെടുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് പെസഹ വ്യാഴാഴ്ചയുടെ ടെനബ്രയിലെ മാറ്റിനുകളുടെയും സ്തുതികളുടെയും ആരാധനക്രമം വലിയ ബുധനാഴ്ച ദിനത്തിൽ ഉച്ചതിരിഞ്ഞോ വൈകുന്നേരമോ ആഘോഷിക്കപ്പെട്ടിരുന്നു. ഇരുട്ട് എന്നർത്ഥം വരുന്ന ടെനെബ്രെ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ പേര് വന്നത്. ഈ ശുശ്രൂഷയിൽ ഒരു പ്രത്യേക മെഴുകുതിരിയിലും അൾത്താരയിലുമുള്ള എല്ലാ മെഴുകുതിരികളും ക്രമേണ അണയ്ക്കുന്നു. ഇത് പിന്നീട് മറയ്ക്കുകയും പള്ളി പൂർണ്ണ അന്ധകാരത്തിലും ആകുകയും ചെയ്യും. അടുത്തതായി 50ഉം 51 സങ്കീർത്തനങ്ങൾ പാരായണം ചെയ്യും. പിന്നെ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു വലിയ ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ആദ്യം ഇതിൻ്റെ അർത്ഥം ശുശ്രൂഷകർ പള്ളിയിൽ നിന്ന് പോകാനുള്ള സൂചനയായിരുന്നു. പക്ഷെ പിന്നീട് യേശുവിൻ്റെ മരണത്തോടൊപ്പമുണ്ടായ ആശയക്കുഴപ്പത്തിൻ്റെയും ഭീകരതയുടെയും ഭൂകമ്പത്തിൻ്റെയും പ്രതീകമായി വ്യാഖ്യാനിക്കപ്പെട്ടു. 1955 മുമ്പുള്ള വിശുദ്ധവാര പരിഷ്കാരങ്ങൾ ആഘോഷിക്കുന്ന കത്തോലിക്ക സഭകൾ ഇപ്പോഴും ഈ ആചാരം നിലനിർത്തുന്നു. പാവം യൂദാസ് വഞ്ചകനായി എന്നേക്കുമായി ഓർമ്മിക്കപ്പെടുന്നു. അവൻ്റെ ഏറ്റവും വലിയ തെറ്റ് അവൻ യേശുവിനെ ഒറ്റിക്കൊടുത്തു എന്നതല്ല, മറിച്ച് കർത്താവിൻ്റെ കരുണയിലും പത്രോസിനെ പോലെ ആ വഞ്ചനയിൽ നിന്ന് കരകയറാനുള്ള സ്വന്തം ശക്തിയിലും അവന് വിശ്വാസമില്ലായിരുന്നു എന്നതാണ്. യൂദാസ് സ്കറിയാക്ക് എന്തു സംഭവിച്ചു? അവൻ സ്വയം കെട്ടിഞ്ഞാന്ന് ചത്തു. എന്നാൽ സ്വന്തം ജീവൻ എടുക്കുന്നതിന് പകരം യൂദാസ് യേശുവിൻ്റെ അടുത്ത് വന്ന്, കർത്താവേ, നിന്നെ ഒറ്റിക്കൊടുത്തതിന് ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിലോ യേശു എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? തീർച്ചയായും യേശു അവനോട് ക്ഷമിക്കുമായിരുന്നു. എന്നാൽ ദുഃഖകരമായ കാര്യം, യേശു യൂദാസിൻ്റെ ചിന്തയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവൻ തന്നെ കെട്ടിഞ്ഞാന്ന് ചത്തു. 30 വെള്ളിക്കാശിന് യൂദാസ് ഇസ്കറിയോത്ത തൻ്റെ ആത്മാവിനെ പിശാചിന് വിറ്റു. വ്യക്തമായും യൂദാസ് കർത്താവിനേക്കാൾ പണത്തെ സ്നേഹിച്ചു. അല്ലാത്ത പക്ഷം അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുമായിരുന്നില്ല. പണത്തോടുള്ള അമിതമായ സ്നേഹമാണ് എല്ലാ തിന്മയുടെയും മൂലകാരണം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഈ അത്യാഗ്രഹ നിമിത്തം ചിലർ വിശ്വാസത്തിൽ നിന്ന് അകന്നു മാറി എല്ലാത്തരം കഷ്ടപ്പാടുകളും വരുത്തി വച്ചിട്ടുണ്ട്. നമ്മിൽ പലരും അത് നേടുന്നതിനായി നമ്മുടെ ആത്മാക്കളെ പിശാചിന് വിൽക്കാൻ തയ്യാറാവുന്ന എന്ത് ശക്തിയാണ് ഈ പണത്തിനുള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായി പോലും സ്വയം ശിക്ഷിക്കാൻ തയ്യാറാകാൻ പണത്തിന് എന്ത് ശക്തിയാണുള്ളത്? അത് സ്വന്തമാക്കാൻ വേണ്ടി നാം എന്തെല്ലാം കുരുത്തക്കേടുകൾ കാണിക്കുന്നു. ആത്മപരിശോധന ചെയ്യാം. എല്ലാവർക്കും ഈ വിശുദ്ധവാരത്തിൻ്റെ നന്മകൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.